കുറച്ച് നാളുകൾക്ക് മുൻപാണ് കവടിയാർ കൊട്ടാരത്തിൽ ഒരു മോഷണം നടന്ന വിവരം പുറത്തു വന്നത്. സമാനമായ രീതിയിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഒരു മോഷണം നടന്നതിന്റെ വാർത്തയും വന്നിരുന്നു. ഈ മോഷണങ്ങൾക്ക് പിന്നാലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. മോഷണത്തിന് പിന്നിൽ അന്താരാഷ്ട്ര കവർച്ചാ സംഘമാണോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് കോടികളുടെ ആഭരണങ്ങളും മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 2 കോടിയോളം വില വരുന്ന ആനക്കൊമ്പുകളുമാണ് മോഷണം പോയത്. ആസൂത്രിതമായ മോഷണത്തിന്റെ കഥകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. അത് വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ മോഷണം നടക്കുന്നത് അതീവ സുരക്ഷയുള്ള 2 പ്രദേശങ്ങളിലാകുമ്പോഴാണ് ഈ പറയുന്ന ആശങ്കയ്ക്ക് വഴിയാകുന്നത്. ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ നടത്തിയ 2 കവർച്ചകൾ. കവടിയാർ കൊട്ടാരത്തിലും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും നടന്ന കൊള്ളകളിൽ എങ്ങുമെത്താതെ അന്വേഷണം തുടരുകയാണ്. ആഗോളതലത്തിലുള്ള കൊള്ളസംഘങ്ങളുടെ കണ്ണ് തിരുവനന്തപുരം നഗരത്തിൽ പതിഞ്ഞിട്ട് കാലം കുറേയായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ ഇത്തരം മോഷണങ്ങൾ നടക്കുമ്പോൾ സംശയങ്ങളുടെ ബലം വർദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുണ്ടായ 2 മോഷണങ്ങൾ, പിന്നാലെ എത്തിയ ആശങ്ക, മോഷണം നടന്ന സ്ഥലങ്ങൾ തന്നെയാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. അന്താരാഷ്ട്ര കവർച്ചാ സംഘം തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാനത്തിൽ നിലയുറപ്പിച്ചോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് 4 മാസമായിട്ടും ഉത്തരം നൽകാൻ പോലീസിനാകുന്നില്ല. മുൻപ് നടന്ന ആസൂത്രിത കവർച്ചകളിൽ പലതും അന്വേഷിച്ച് കാരണങ്ങൾ കണ്ടെത്തിയതാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നെത്തിയ കൊള്ളക്കാരായിരുന്നു അവരിൽ പലരും. ഇപ്പോൾ കവർച്ച നടത്തുന്നവർക്ക് പിന്നിൽ അന്താരാഷ്ട്ര സംഘങ്ങളാണെങ്കിൽ കൃത്യമായി കവചമൊരുക്കേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കൂടിയാണ്. രാജകുടുംബത്തിലെ മുതിർന്ന അംഗം ഗൗരി ലക്ഷ്മിബായിയുടെ കിടപ്പുമുറിയിലെ അലുമാരയിൽ സൂക്ഷിച്ചിരുന്ന കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് കാണാതായത്. ആഗോള വിപണിയിൽ പൗരാണിക മൂല്യം കൂടി പരിഗണിക്കുമ്പോൾ വലിയ വിലയാണ് ഈ ആഭരണങ്ങൾക്ക് കൽപ്പിക്കുന്നത്. കൊട്ടാരത്തെ പറ്റി കൃത്യമായി അറിയാവുന്ന ആരോ അതിവിദഗ്ധമായി നടത്തിയ കവർച്ചയാണെന്ന നിഗമനത്തിനപ്പുറം ഒരടി മുന്നോട്ട് നീങ്ങാൻ പോലീസിനായിട്ടില്ല. സമാനമായ സ്ഥിതിയാണ് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണ കേസിലുമുള്ളത്. പൂജപ്പുര പോലീസിന് ഇതുവരെ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ ആനക്കൊമ്പിനെ പറ്റിയും വിവരങ്ങളൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ ഈ 2 മോഷണ കേസുകളും തമ്മിൽ ബന്ധമില്ലെന്ന് തന്നെ അനുമാനിക്കാം. എന്നാൽ പൗരാണിക സ്വത്തുകൾ കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സംഘങ്ങളാണോ പിന്നിലെന്ന ആശങ്ക ബാക്കിയാണ്. ചോദ്യങ്ങൾ പലതാണ്. കൃത്യമായ അന്വേഷണം നൽകി ഉത്തരം നൽകേണ്ടത് പോലീസും. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.